സുഹൃത്തുക്കളെ, നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളുടെ ജീവിതം എങ്ങനെയുള്ളതാണ്? ഇത് കാണുന്ന പലർക്കും അറിയാം, ദൈവം നീതിമാനാണ്, നമ്മളുടെ ജീവിതം നീതിയുള്ളതാണോ? ഇപ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള ജീവിതമാണ് നയിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, നിങ്ങൾ തുടർന്ന് തിന്മയായ രീതിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ, അതായത് കള്ളം പറയുക, അല്ലെങ്കിൽ തുടർന്ന് ലഹരി ഉപയോഗിക്കുക, അല്ലെങ്കിൽ അസൂയപ്പെടുക, ഇങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മാറ്റാതെ നിങ്ങൾ നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഓ ദൈവമേ, എനിക്ക് ഈ ഒരു ആവശ്യമുണ്ട്, ദൈവമേ എനിക്ക് ഈ ഒരു ആവശ്യമുണ്ട്, ദൈവം അത് കേൾക്കുമോ? ഈ ഒരു ഉദാഹരണം നിങ്ങളൊന്ന് കേൾക്കുക. ഒരച്ഛനിക്ക് 2 മക്കളുണ്ട്. അതിൽ ഒരുവൻ അച്ഛനോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നു അതൊക്കെ അച്ഛൻ അവന് നൽകുന്നു. അവന് അച്ഛൻ നൽകുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിലും അച്ഛനിക്ക് ഇഷ്ടമാവുന്ന രീതിയിലുമാണ് ഉപയോഗിക്കുന്നത്. അത് തെറ്റായ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാതെ. പക്ഷേ മറ്റൊരു മകൻ, അവൻ അച്ഛൻ നൽകുന്ന കാര്യങ്ങളെല്ലാം ദൂർത്തടിച്ച് അച്ഛനിക്ക് വിഷമമാവുന്ന രീതിയിലാണ് ജീവിക്കുക. ലഹരിയും അങ്ങനെ തെറ്റായ കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുക. തുടർന്നും അച്ഛനോട് മകൻ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ നൽകുമോ? നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം. കാരണം അച്ഛൻ ഇനിയും അവന് നൽകുകയാണെങ്കിൽ ഇനിയും അവൻ നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? അവൻ്റെ ഒരു ശീലങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും നിർത്തേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് അച്ഛന് ബോധ്യമായാൽ അച്ഛനത് അവന് നൽകും. അച്ഛനും ആഗ്രഹമുണ്ട് അവന് നൽകണമെന്ന്. പക്ഷേ അവൻ്റെ ഒരു ജീവിതം അവനത് തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവം അച്ഛനെക്കാളും എത്രയോ ബുദ്ധിയുള്ളവനാണ്. നമുക്കൊരിക്കലും ദൈവത്തെ പറ്റിക്കാൻ പറ്റില്ല. ദൈവം നമുക്ക് ഇന്ന കാര്യങ്ങൾ പറയാം, ദൈവം അത് തരും. ദൈവം തരുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും നല്ല കാര്യങ്ങളാണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആക്കണം. ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം. ദൈവം തരുന്ന കാര്യങ്ങളെല്ലാം നമ്മളും ദൂർത്തടിക്കാതെ നല്ല രീതിയിൽ ഉപയോഗിക്കും. താങ്ക് യു.